വിദ്യക്കെതിരായ അന്വേഷണം ഇഴയുമ്പോഴും മഹാരാജാസ് കോളേജിലെ റിസൾട്ട് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ദ്രുതഗതിയിലാണ്. മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള 3 പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യും. അതിനിടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി. എം വി ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. വ്യാപക വിമർശനമുയരുമ്പോഴും മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്ത നടപടിയെ ന്യായീകരിക്കുകയാണ് സിപിഎം നേതൃത്വം. മാധ്യമപ്രവർത്തകയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. കേന്ദ്രത്തിന്റെ മാധ്യമവേട്ടയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഇത്രയും വമ്പിച്ച രീതിയിലുള്ള ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ ആരൊക്കെയാണെന്നുള്ളവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. എഫ്ഐആർ എന്ന് പറയാൻ നോക്കേണ്ട കാര്യമില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എഫ്ഐആർ മാത്രമല്ല, പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? എതിർ ശബ്ദങ്ങളെ നിശബ്ദനാക്കാനുള്ള തന്ത്രമാണ് പിണറായി സർക്കാർ പയറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എം വി ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമാണെന്നും പിണറായി മോദി സ്റ്റൈലിലേക്ക് മാറുന്നുവെന്നും വി ഡി സതീശൻ. അഹങ്കാരം നിറഞ്ഞ പ്രതികരണം അധികാരം CPM നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണ്. ഇത് മോഡി സ്റ്റൈലിൽ പിണറായി ആവുകയാണ്. മോഡി സ്റ്റൈൽ. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് സർക്കാരിനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകർ, എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെ നിശബ്ദരാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്നും സുരേന്ദ്രൻ. കേരളത്തിൽ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള തങ്ങൾക്കെതിരായ വാർത്തകൾ പുറത്തുവിടുന്നവരെ തച്ച് തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് നടക്കുന്നത്. ആർഷയുടെ പരാതിയിൽ മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ VS ജോയ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU യൂണിറ്റ് ഭാരവാഹി CA ഫാസിൽ, ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി.